അവളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവൾ വിഷമിക്കാൻ തുടങ്ങി. എന്നോട് ഇനി ആരും മിണ്ടില്ലെന്നാ തോന്നുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റാ സംഭവിച്ചിരിക്കുന്ന. ഇനി ആകെയുള്ള വഴി മഹാരാജാവിനോട് പോയി പറയുന്നതാ. അദ്ദേഹത്തിനെ വല്ലതും ശരിയാക്കാൻ പറ്റുള്ളൂ. ചൊട്ടോരി മഹാരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, എനിക്ക് മാപ്പ് തരണം. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഈ കാട്ടിൽ ആരും തന്നെ എന്നോട് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ആരും ഒരു കാര്യത്തിനും എന്നെ ക്ഷണിക്കുന്നുമില്ല. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഞാൻ മാമ്പഴം കഴിക്കുന്നത് പോലും നിർത്തുക. അതൊന്നും വേണ്ട. ആരും തന്നെ നിന്റെ മാമ്പഴം കഴിക്കുന്ന ശീലം കൊണ്ടല്ല ബുദ്ധിമുട്ടിയിരിക്കുന്നത്, നിന്റെ മോഷണം കാരണമാണ്. ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ ഇനി എല്ലാവരോടും പറഞ്ഞേക്കാം. മഹാരാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ചട്ടോരിയുടെ കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും ചട്ടോരിയോട് ക്ഷമിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ അവിടെ കഴിയുന്നു.